ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ കൂടെ ഇല്ലാതെ നിങ്ങളുടെ പേഴ്സൺ സന്തോഷത്തിലാണോ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ കൂടെ ഇല്ലാത്ത സമയത്ത് നിങ്ങളുടെ പേഴ്സൺ സന്തോഷത്തിലാണോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടെ ഇല്ലാത്ത ഈ ഒരു സമയത്ത്, നിങ്ങളുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ സന്തോഷത്തിലാണോ, ഹാപ്പിയാണോ, അവർ ഹാപ്പിയാണോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അതായത് നിങ്ങൾ കൂടെ ഇല്ലാത്തതാണോ അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നത്, കൂടെ ഇല്ലാത്ത സമയത്താണോ അവർ കൂടുതൽ ഹാപ്പി ആകുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് ഉള്ള സമയം അവർ ഹാപ്പിയാണോ, നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് അവർ ഹാപ്പിയാണോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് 2 of Cups ആണ്. ഓക്കെ, സെക്കൻഡ് കാർഡ് Ace of Pentacles, the Magician card, Knight of Swords, the Fool card, Ace of Wands, 6 of Pentacles, 2 of Swords, 3 of Cups, Knight of Cups, Queen of Swords, Page of Pentacles. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. 4 of Cups ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുമായിട്ട് സെപ്പറേഷനിലുള്ള, ഡിസ്റ്റൻസിലുള്ള ഒരു വ്യക്തിയുടെ ഫീലിങ്സ് ആണ്. അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ കൂടെ ഇല്ലാത്ത സമയത്ത് അവർ ഹാപ്പി ആണോ, നിങ്ങളെ വിട്ടിട്ട് പോയതിനു ശേഷം അവർ ഹാപ്പി ആണോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ 2 of Cups കിട്ടുന്നുണ്ട്, പിന്നെ 3 of Cups ഉണ്ട്, അതുപോലെ തന്നെ Knight of Cups നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 കാർഡുകളുടെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ വളരെ ഒരു സ്ട്രോങ് ആയിട്ട് പറയാനായിട്ട് വരുന്നത് നിങ്ങളോടുള്ള ഇമോഷണൽ കണക്ഷൻ ഇപ്പോഴും അവർക്കുണ്ട് എന്നുള്ളതാണ്. അത് അവരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളതാണ്. അവർ പുറത്ത് വളരെ സോഷ്യലായിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന പോലെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ സമയമൊക്കെ ചിലവഴിക്കുന്നുണ്ടാവും. പക്ഷെ അവരുടെ ഒരു ഹാർട്ട് ലെവല് ഹാപ്പിനെസ് നിങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ്, അത് അവർക്ക് കിട്ടുന്നില്ല. നൈറ്റ് ഓഫ് കപ്സ് കാണിക്കുന്നത് അവർ റൊമാൻറ്റിക് ആയിട്ട് ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നു, നിങ്ങളെക്കുറിച്ചുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ഓർമ്മകളൊക്കെ അവർക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പുറത്തേക്ക് അവർ സന്തോഷം കാണിക്കും, പക്ഷെ ഉള്ളിൽ നിങ്ങളിങ്ങനെ ഒരു വിങ്ങലായിട്ട്, ആ ഒരു ഫാക്റ്റായിട്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതാണ് ഈ കാർഡുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഏസ് ഓഫ് പെന്റക്കിൾസ്, ഏസ് ഓഫ് വാൻഡ്സ്, ദ ഫൂൾ കാർഡ്, അതുപോലെ ലാസ്റ്റ് ദ മജീഷ്യൻ കാർഡ്. ഇത് ടോട്ടലി ഒരു ന്യൂ ബിഗിനിങ്ങിന്റെ ഒരു എനർജി തന്നെയാണ്. അവർ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ തന്നെ ബിസിയാക്കി വെക്കാനായിട്ട് ശ്രമിക്കുന്നു, പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നു. കാരണം ഈ ഒരു നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ മനസ്സിൽ നിന്ന് മാറിപ്പോയി പുതിയൊരു തലത്തിലേക്ക് ലൈഫ് കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. അപ്പം ലൈഫ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ദ മജീഷ്യൻ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ലൈഫ് കൺട്രോൾ ചെയ്യാം എന്നൊരു മൈൻഡ് സെറ്റ്, ഞാൻ മറ്റു പുറത്തുനിന്നുള്ള ആരെയും എൻ്റെ ലൈഫ് കൺട്രോൾ ചെയ്യാനായിട്ട് സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എൻ്റെ ലൈഫിനെ ഞാൻ മറിച്ച് തിരിച്ചു വിടാനായിട്ട് ശ്രമിക്കുന്നില്ല, ഞാനായിരിക്കും എൻ്റെ ലൈഫ് കൺട്രോൾ ചെയ്യുന്നത് എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി കാണുന്നുണ്ട്. അപ്പം നിങ്ങളില്ലാതെ അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. അതുപോലെ സെൽഫ് ഗ്രോത്ത് ഒക്കെ ഫോക്കസ് ചെയ്ത്, സെൽഫ് ലവ് ഒക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് അവർ ശ്രമിക്കുന്ന എനർജീസ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെന്റൽ എനർജിയാണ് കാണിക്കുന്നത് ഈ ഒരു നൈറ്റ് ഓഫ് സോൾസും അതുപോലെ ക്വീൻ ഓഫ് സോൾസും. അവർ ഇമോഷൻസ് സപ്രസ് ചെയ്ത് വളരെ ലോജിക്കലായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനും ലോജിക്കലായിട്ട് പ്രവർത്തിക്കാനും ഒക്കെ ആ ഒരു രീതിയിൽ ലോജിക് പരമായ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവർ
കാര്യങ്ങൾ ചിന്തിച്ച് ലോജിക്കായിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന എനർജീസാണ്. അപ്പോൾ ഇമോഷൻസ് അപ്പോഴും അവിടെ അവർ ആ ഒരു ഇമോഷൻസ്, നിങ്ങളെക്കുറിച്ചുള്ള ഇമോഷൻസ് ഉണ്ടാകുന്ന സമയത്ത് അതവിടെ സപ്രസ് ചെയ്യുന്നു, അവർ ഞെരുക്കി കളയുന്നു എന്നുള്ളതാണ്. അവരുടെ മനസ്സിനുള്ളിൽ വെച്ച് തന്നെ അവരത് കുഴിച്ചു മൂടുകയാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ചില സമയങ്ങളിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു അർജന്റ് എങ്കിൽ പോലും അവർ അത് കൺട്രോൾ ചെയ്ത് ആ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം അവർ സ്ട്രോങ് ആണ് എന്ന് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നു. നിങ്ങളുടെ അടുത്തായിരിക്കാം, അല്ലെങ്കിൽ പൊതുവെ മൊത്തത്തിൽ അവർക്ക് അവരെ തന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു രീതിയിൽ അവർ സ്ട്രോങ് ആയിട്ട് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അത് റിയൽ ഹാപ്പിനെസ് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അതൊരു ഡിഫെൻസീവ് സിസ്റ്റമാണ്. അവർ തന്നെ അവരെ ഡിഫെൻസ് ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ അവരെ സംരക്ഷിച്ച് നിർത്തുന്ന ഒന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ 6 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, അതുപോലെ പേജ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. അവരുടെ ലൈഫ് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയമാണ്. പുതിയൊരു റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ലേണിംഗ് ഫേസിലേക്കൊക്കെ അവർ കിടക്കുന്നു. ലൈഫിലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് അവർ ശ്രമിക്കുന്നു. ആ ഒരു സമയത്ത് നിങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങളുടെ ഓർമ്മകൾ കൂടി കളഞ്ഞിട്ട് മുന്നോട്ട് പോകാനാണ് അവർ ശ്രമിക്കുന്നതെങ്കിലും അതിനവർക്ക് പറ്റുന്നില്ല. പ്രാക്ടിക്കൽ ലൈഫ് ഓക്കെയാണ്, അവർ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ട്. അവരിപ്പോൾ ആയിരിക്കുന്ന ആ ഒരു ആരോട് കൂടി ആയിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലായിരിക്കുന്നു, അവിടുത്തെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് അവർക്ക് പറ്റുന്നുമുണ്ട്. ആ ഒരു ഹാപ്പിനെസ് ഇവിടെ കാണിക്കാനും അല്ലെങ്കിൽ അവരെ തന്നെ ഹാപ്പി ആയിട്ട് വെക്കാനും അവർക്ക് പറ്റുന്നുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അതിനവർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 2 ഓഫ് സോൾസ് ഉണ്ട്, അതുപോലെ 4 ഓഫ് കപ്സിന്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. 2 ഓഫ് സോൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട് അവർക്ക്. ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവർ പലപ്പോഴും അവരുടെ മനസ്സിനൊരു തോന്നലുണ്ടാകുമ്പോൾ ആ ഒരു കാര്യം തന്നെ അവർ അവോയ്ഡ് ചെയ്ത് കളയുകയാണ്. പിന്നെ 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ശരിക്കും ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ ആണ്, ഇമോഷണൽ എംപ്റ്റിനെസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവർക്ക് ഫുള്ളായിട്ടൊരു ഹാപ്പിനെസ് ഇല്ല അവരുടെ ലൈഫിൽ. അവർക്ക് എന്തോ ഒരു കുറവുണ്ട് എന്ന് ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ വിങ്ങുകയാണ്. എന്തോ ഒരു കുറവുണ്ട്, എന്തോ മൊത്തത്തിലൊരു കംപ്ലീറ്റ് എന്നുള്ളൊരു ഫീലിങ്സ് അവർക്ക് വരുന്നില്ല. അത് ചിലപ്പോൾ നിങ്ങളായിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ അവർ കംപ്ലീറ്റ്ലി ഒരു സന്തോഷത്തിലല്ല, നിങ്ങളുടെ ആബ്സെൻസിൽ അവർ കംപ്ലീറ്റ്ലി ഒരു സന്തോഷത്തിലല്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ പുറത്ത് ഓക്കെ, ഞാൻ വളരെ ഹാപ്പിയാണ്, ഞാൻ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു, ഞാൻ വളരെ ബിസിയാണ്, എനിക്ക് പല കാര്യങ്ങളുണ്ട് എന്ന രീതിയിലൊക്കെ അവർ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇമോഷണൽ ഗ്യാപ്പ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ വളരെയധികം അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവർ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു. ഫുൾ കാർഡും മജീഷ്യൻ കാർഡും അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. വരുന്ന വഴിക്ക് വരട്ടെ എന്നുള്ള രീതിയിൽ, കഴിഞ്ഞതെല്ലാം പോട്ടെ എന്ന രീതിയിൽ എല്ലാം മറന്ന് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സൺസ് ആണ്. പക്ഷേ ഇവിടെ ഒരു 4 ഓഫ് കപ്സും അതുപോലെ 2 ഓഫ് സോർട്സിലേക്കും വരുമ്പോഴത്തേക്കും അവരുടെ ഹാർട്ട് ലെവൽ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതായത് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ ആഴത്തിൽ ഉണ്ടാകുന്ന ഒരു നിറവ് അതില്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ ഈ ഒരു കാർഡുകൾ നോക്കുമ്പോൾ അത് തന്നെ നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. 4 ഓഫ് കപ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇത് ഇമോഷണലി വളരെയധികം ബോർ ഫീൽ ചെയ്യാണ് അവർക്ക്. ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ കാർഡാണ്. ഇമോഷണലി അവരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഇപ്പോൾ അവരായിരിക്കുന്ന സിറ്റുവേഷനുള്ള ആളുകൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. പുറത്തെല്ലാം ഓക്കെ ആയാലും ഉള്ളിൽ എന്തോ കുറവുണ്ട് എന്നൊരു ഫീലിങ്സ്, അവർക്ക് ലഭിക്കുന്ന ഒരു ഹാപ്പിനെസ് അവരെ ഒരു ട്രൂലി ഫുൾഫിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിനർത്ഥം അവർ സന്തോഷിക്കാനായിട്ട് ശ്രമിക്കുന്നു, പക്ഷേ ഹൃദയം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് സോൾസിന്റെ എനർജി വരുമ്പോഴത്തേക്കും കൺഫ്യൂഷൻസ് ഉണ്ട്, ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല, ഫീലിങ്സ് സപ്രസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ യഥാർത്ഥമായ ഫീലിങ്സുകൾ ഇഗ്നോർ ചെയ്യുന്നു. എസ്പെഷ്യലി നിങ്ങളോടുള്ളത്, നിങ്ങളുടെ ഓർമ്മകൾ, കാര്യങ്ങളെല്ലാം ഒരു സപ്രസ് ചെയ്ത് അടക്കി വെക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ഡീപ്പായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അവർ എത്ര സപ്രസ് ചെയ്ത് വെച്ചാലും അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡീപ്പായിട്ടുള്ള ഇമോഷണൽ ബോണ്ടായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് കട്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യത്തിൽ സന്തോഷം കിട്ടിയാലും അതൊരു ടെമ്പററി ആയിട്ടുള്ളൊരു ഹാപ്പിനെസ് മാത്രമായിരിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ അവരുടെ ഒരു റിയാലിറ്റിയും അവരുടെ ഹൃദയവും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു മൈൻഡിൽ ഞാൻ വളരെ സ്ട്രോങ് ആണ്, ഞാൻ മൂവ് ഓൺ ചെയ്യാം എന്നൊക്കെ അവർ ഇങ്ങനെ അവരുടെ മനസ്സിൽ അവരെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അവരൊരു ഹാർഡ് ലെവലിലേക്ക് വരുമ്പോൾ ഇത് ശരിയല്ല, ഇത് മതിയായതല്ല, എനിക്ക് വേറെ എന്തൊക്കെയോ വേണം, ഞാൻ ഒട്ടും ഹാപ്പി അല്ല, ഞാൻ ഒട്ടും ഒരു സാറ്റിസ്ഫൈഡ് അല്ല എന്ന രീതിയാണ് അവർ ഹാർഡ് ലെവലിൽ ചിന്തിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു ക്ലാഷ് ആണ് ഒരു ഹാർഡ് ലെവൽ സാറ്റിസ്ഫാക്ഷൻ ഇവർക്ക് ഇല്ലാതാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിക്കുന്നു, വളരെയധികം ബിസിയാണ്, ചിലപ്പോൾ ഹാപ്പി പോലും ആണ്, പക്ഷെ ഉള്ളിൽ ഒരു എംപ്റ്റിനെസ്, ഒരു ശൂന്യത അവർക്കുണ്ട് എന്നുള്ളതാണ്. ആ ഒരു എംപ്റ്റിനെസ്
ക്ലോഷർ, ആ ഒരു എംറ്റിനെസ്സിന് ക്ലോഷർ കിട്ടാത്തിടത്തോളം കാലം അത് അങ്ങനെ തന്നെ നിൽക്കും. നിങ്ങളോടുള്ള ഒരു ബോണ്ട് പൂർണ്ണമായും വിടാതെ അത് അങ്ങനെ തന്നെ ഉണ്ടാകും. അപ്പോൾ റിയൽ ഇമോഷണൽ ഫുൾഫിൽമെന്റും അവർക്ക് കിട്ടുന്നില്ല. അതൊക്കെയാണ് ഇവർക്ക് ഒരു എംറ്റിനെസ് കൊടുക്കുന്നത്, ആ ഹൃദയത്തിന് ഒരു എംറ്റിനെസ് കൊടുക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നത് ഒരു ടെമ്പററി ആയിട്ട് അവർക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് മാത്രമാണ്. ഡീപ്പ് ഇമോഷണൽ ഫുൾഫിൽമെന്റ് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സോൾ മെസ്സേജ്, ഐ മിസ് യു വെരി ബാഡ്ലി. ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഐ എം നോട്ട് ദ ബെസ്റ്റ് ബട്ട് ഐ വിൽ ലവ് യു വിത്ത് ഓൾ മൈ ഹാർട്ട്. ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ നിന്നെ എൻ്റെ ഒരു മുഴുവൻ ഹൃദയത്തോടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അവർ നിങ്ങളോട് പറയുകയാണ്. മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ. ഓക്കെ, ഒരു കണ്ടീഷനും ഇല്ലാത്ത ഒരു സ്നേഹമാണ് എൻ്റെ സ്നേഹം, അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഐ മിസ് യുവർ പ്രസൻസ്. ഓക്കെ, നിങ്ങളുടെ പ്രസൻസ് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് അവർക്ക് നിങ്ങളെ. ഈ ഒരു സമയത്ത് നിങ്ങളെ ഒത്തിരി അവർക്ക് മിസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു. ഓക്കെ, അത് തന്നെ നമുക്ക് റീഡിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരവരുടെ ഫീലിങ്സുകളെല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ്, ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. യു ആർ മൈ ടിൻ ഫ്ലെയിം. ഓക്കെ, നിങ്ങളൊരു ടിൻ ഫ്ലെയിം കണക്ഷൻ ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങളോട് അവർ പറയുന്നുണ്ട്. ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. ഐ എം കൗണ്ടിങ് ദ വേഴ്സ് ആൻഡ് ഡേയ്സ് അണ്ടിൽ ഐ ക്യാൻ മീറ്റ് യു അഗെയിൻ. ലവ് യു. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് അവർ പറയുകയാണ് അവരുടെ ലൈഫിൽ നിങ്ങളെ കിട്ടിയ ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെ ഒരു ലക്കായിട്ട് അവർ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി നിങ്ങളെ മീറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ദിവസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള മണിക്കൂറുകളും ഡേയ്സും അവർ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. ലവ് യു എന്നാണ് അവർ പറയുന്നത്. വീണ്ടും നിങ്ങളെ സ്നേഹിക്കുന്നു എന്നവർ പറയുകയാണ്. I really want to be with you but I don't know how we are going to make this work. Okay, അവർക്ക് നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് എങ്ങനെ അത് സാധ്യമാക്കും എന്ന് എനിക്ക് അറിയില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു റിലേഷൻഷിപ്പ് ആകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരുമിക്കാൻ കഴിയാതെ പോയിട്ടുള്ള അല്ലെങ്കിൽ ഒരുമിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒത്തിരി പ്രശ്നങ്ങളുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അത് ഇനി എങ്ങനെ വർക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരും എന്ന് അവരും ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. നമുക്ക് സോൾ മെസ്സേജസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് ക്ലൂ ജൂലൈ മന്ത് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ നെയിൽ പോളിഷ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. മോൾ ഓൺ റൈറ്റ് ചീക്സ്, റൈറ്റ് സൈഡിലെ കവിളിൽ മറുകളിലെ വ്യക്തികളാകാൻ ചാൻസസ് ഉണ്ട്. ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം. 1992 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഫുട്ബോൾ കളിയൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. നമ്പർ 23 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എബ്രോഡ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. സ്പിരിച്വൽ പാത്ത് ഒക്കെ ചൂസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ. 11 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ കിട്ടുന്നുണ്ട്. ലവബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. നമ്പർ 21 കിട്ടുന്നുണ്ട്. നമ്പർ 22 കിട്ടുന്നുണ്ട്. ലോയർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ബ്ലൂ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്പർ 54 കിട്ടുന്നുണ്ട്. ആർട്ടിസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 4 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോങ് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. നമ്പർ 5 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മ്യൂസിക് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളൊക്കെ ആകാനുള്ള ചാൻസസ് ഉണ്ട്. നമ്പർ 48 കിട്ടുന്നുണ്ട്. നമ്പർ 30 കിട്ടുന്നുണ്ട്. ഇടുക്കി ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 53 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 1978 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ഫ്ലവേഴ്സിന് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാന്ന് വിചാരിക്കുന്നു. ചെസ് എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 35 വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒത്തിരി കാണുന്നുണ്ടായിരിക്കാം. 2 weeks എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 50 നമുക്കിവിടെ കിട്ടുന്നുണ്ട്.
1979 എന്നൊരു വർഷം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.